അയ്യോ വിശ്വസിക്കാൻ കഴിയണില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ ഉണ്ടല്ലേ? പിന്നെ വിശ്വസിച്ചൂടെ? ഒന്ന് പെട്ടതാവട്ടെ. ഇത് കഴിഞ്ഞ് മീൻ വെട്ടാനുള്ളതാ. ഞാനോ? ആ നീ തന്നെ. വേറെ എന്താ നിനക്ക് പണി? എനിക്ക് മീനൊന്നും വെട്ടാറിയത്തില്ല. ആ മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ നിനക്ക് വീട്ടുപണി എടുക്കാലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാൽ മതിയായിരുന്നു. നിനക്കത് ക്ലാസ് ഇല്ലായിരുന്നോ? എവക്കത് എന്തു പറ്റി? ഹലോ ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി. നീ ഇവിടെ നിന്നാണ് വിളിച്ചത്? നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എന്നോട് കോളേജ് വരെ വരണം. ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ. നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയുമില്ല. റൊമ്പ ബിസി. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ. എന്താ പറ്റിയത് നിനക്ക്? വന്നപ്പോ തൊട്ട് മോൻ വെറുപ്പിച്ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്. നീ കാര്യം പറ. പറയടാ അങ്ങോട്ട്. ഇവൻ എന്താടി ഒരു കുറവ്? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം. വേറെ എന്തോ അടി നിനക്ക് വേണ്ടേ? നീ ഇതെവിടെ പോണ്? പറയണത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. നീ ഇവനെ പ്രേമിക്കൊന്നും വേണ്ട. ഇവൻ വിളിക്കുമ്പോ കൂടെ ചെല്ലുക, ഇവൻ പറയുന്നതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക, അത്രേ ഉള്ളൂ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ ഇതിനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ വെളുവെളാന്നിരിക്കുന്ന മോന്തയ്ക്ക് ആസിഡ് ഒഴുക്കി റോക്കി കേട്ടേ. ആഹാ, ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞോ? എന്നാ അതൊന്ന് കാണണമല്ലോ. സൈമ, കോളേജാണ്. കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താൽ മതി. ശാന്തമായിട്ടാ? അല്ലേ ഇടികൊണ്ട് തൂറും. അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. സൈമൻ കോളേജിൽ കയറി എത്ര ഇടി ഉണ്ടാക്കിയിട്ടുണ്ടാ? ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. നിക്കടെ നീ ഇവിടെയും വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോകും. എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സെറ്റാവും. ഒറ്റക്ക് കൊണ്ടുപോയി തിന്നു. എവിടെ പോന്നടേ? പേടിച്ചാ? ഏതടേ ഊള? വിജയ് സാറാ? വരട്ടവൻ വന്തർകടം സൂപ്പർ പട്ടേക്കലപ്പല. ചോദിക്കടാ, ആരാന്ന് ചോദിക്കും. ആരാടാ നീ? പോക്കറി സൈമൺ. ബിജു വേണ്ട. കോളേജാണ്, പിള്ളേരാണ്. പ്രശ്നം ഉണ്ടാക്കിയപ്പോ വീട്ടിൽ കയറി. ബിജു ശാന്തമായിട്ട് ഡീൽ ചെയ്യണം. ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ റോക്കി. ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ ആ പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല.
നിക്കടാ അവിടെ. വാടാ ഇങ്ങോട്ട്. പെടക്കണ്ടാ. ഇത് ഐസ് വാട്ടറാ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചുടും. കേട്ടോ? എന്ത് പോയി നോക്കിക്കോളാം. പോയി വണ്ടിയറാ, പോയി വണ്ടിയറാ. അവന്റെ ഒരു ഡൂക്ക് അടിക്കാൻ നടക്കുന്ന ഓരോന്നും. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്ക് ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടയും മുടി പണിയിട്ടാൽ എൻ പേശി ഞാനേ കേൾക്ക മാട്ടേ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്നൊക്കെ ഒരു തലയിൽ കയറി തോന്നുന്നു. വണ്ടിയറാ. ഓ ഭാഗ്യം, ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ, എൻ്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കാണോ? പറ്റിക്കാണും, പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ പോക്കിരി സൈമൺ. അതെ, ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായിപ്പോയി ബിജു, മോശമായിപ്പോയി. എടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമമായ? ആ, എനിക്ക് വിഷമമായി. യു നോ, ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. ഇത് ആര് ഈ സെന്റ് ലൂസ്? സെയിന്റ് ലൂസ് അല്ല, ലൂസിയ, സെയിന്റ് ലൂസിയ. ഷിപ്പ്, കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. ആ, പറയുന്നത് കേൾക്ക് ദീപ. ഇങ്ങനൊരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ. ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്നേ. ആ, this is Sridevi, my better half. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet, Rowdy. കടിക്കില്ല. പെൺകുട്ടി ഇതാ ആൺപട്ടിയാടാ. അതല്ല, പെൺകുട്ടിയുടെ. ഓ, അല്ല മോള്. Hey, come here boy. പട്ടിയല്ല Rowdy. അല്ല മോള്. അല്ല മോള്. Deepa. Deepa. Da. മോളാകെ വേർത്ത് കുളിച്ചല്ലോ. ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല. ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിൻസ്. ഞാൻ കളിക്കാതെ നീ ഒന്നും കളിക്കണ്ട. ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിനെ അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം. അണ്ണാ, പുലി ഇപ്പം വരൂ. പുലി ഇപ്പം വരും, കാണാം. പുലി വന്ന് ഞമ്മള് നാരങ്ങ ഉണ്ടാടി. പയ്യന്മാർക്ക് നാരങ്ങളും പേടി. ഇനിക്കിടെല്ലാങ്ങളും ഈടെ സമയം ഇവിടെ വന്നിങ്ങനെ ഇരുന്നോളും. വീട്ടിൽ പോയിരുന്നു എല്ലാം പഠിച്ചേ. ചെല്ല്. അമ്മയോട് പറഞ്ഞു. ചേച്ചി കണ്ടിട്ട് പോയാ പോരെ. കണ്ടിട്ട് പോയാ പോരെ. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ഏത് നേരം ഉച്ച കഴിഞ്ഞ് വണ്ടി ഓടാൻ പോകാന്ന് വിചാരിച്ചാലും മോളെ. ഇനിയിപ്പോ ഞാൻ പോകില്ല. ഉള്ള മൂടും കളഞ്ഞവള്. നഷ്ട ജീവിതം. ഇത്തിരി വെള്ളം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല അല്ലേ? ജയമളെ പൈപ്പ് വെള്ളമില്ലായിരുന്നു. പിന്നെ എങ്ങനെ എടുത്ത് ചെയ്യും? പൊടി പൊടി. അല്ല, നിനക്കിപ്പം തന്നെ പ്രശ്നം. നീ പറഞ്ഞ മുമ്പ് പടം ഇട്ട് അത്രേ ഉള്ളൂ. ബാ, നമുക്ക് ഒരുമിച്ച് വന്ന് കാണാം. ബാ. കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടില്ല ടി വി കാണിക്കരുന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്നോട് പറഞ്ഞില്ല ടി വി കണ്ടിരുന്ന. പൊട്ടക്കണ്ണി ആവട്ടെ, അപ്പം പൊക്കിക്കൊണ്ട് നടന്നോളൂല്ലോ. മോളകത്തു മോളകത്തു. ജയമളെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞു കൊച്ചു നിൽക്കുന്ന ആവശ്യമില്ല കാര്യം സംസാരിക്കരുത്. പിന്നെ ഞാൻ എന്തോ വേണം? രാവിലെ വണ്ടി വിടാൻ പോയാൽ മതി.
എന്താ മോളെ? അപ്പം സിഗരറ്റ് വലിച്ചോ? അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. ഞാൻ കണ്ടല്ലോ. ഇല്ലടി തക്കുടു, അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. എന്താ എന്തു പറ്റി? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ മോൾക്കൊന്നും കാണാൻ പറ്റാതാവോ അപ്പ? ഇല്ല, മോളുടെ അമ്മയ്ക്ക് വട്ട. അവള് ചുമ്മാ അറിഞ്ഞതാ. ചിന്നുവിന്റെ അമ്മ പറയുന്ന കേട്ടല്ലോ. അവര് മോളെ പറ്റിക്കാൻ പറയുന്ന മോളെ. അപ്പ കണ്ണിന് ഓപ്പറേഷന് മുന്നേ എനിക്ക് വിജയനെ ഒന്ന് കാണാൻ പറ്റുമോ അപ്പ? പറ്റും. അപ്പം കൊണ്ട് കാണിച്ചില്ല വിജയണ്ണനെ. കേട്ടാ? വിഷമിക്കല്ലേ കേട്ടാ? ആ നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ, പോവാൻ പോടാ. ഏയ് ജെനിഫർ, ഇങ്ങ് വാ. പോ. പോയി ഡാൻസ് കളിച്ചിട്ട് കേട്ടാ. വീട്ടിൽ നേരിട്ട് അപ്പൊ ഒരു ഉമ്മ തന്നെ. പല്ലേച്ചാ എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചു. ഡാ പോണോടിക്ക് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ. അത് നീ പറയണോടെ. എനിക്ക് വരുമ്പോ രണ്ടൊരു പാലും കൂടെ വാങ്ങിച്ചോ. ജയമോളിവിടെ മുട്ടം കലിപ്പില്ല. അതിനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല. എനിക്ക് ഒരു പേരെങ്കിലും വാങ്ങിച്ചോ. ആടേ അതിൽ 5 പൈസ ഇല്ല. പോയിട്ട് മക്കളെ, പോയി നല്ല നൃത്തമായിട്ട് വാ. എന്നിട്ട് അമ്മയ്ക്ക് നൃത്തം പഠിപ്പിച്ചോളൂ. പോ. What do you want? അല്ല, ഡാൻസ് ക്ലാസ്. ഇവിടെ ആട്ടമെല്ലാം നിർത്തി. ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല ഞാൻ എടാ, എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറേ, എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റുമോ? Hey mister, what do you think of yourself, huh? നിനക്കൊരു ജോലി ഉണ്ടോടാ? എടാ, ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരന് ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയെങ്കിലും ഉണ്ടോ നിന്റെ വീട്? So just get out of my house or I'll call the police, okay? Go! അത് കഴിക്കൂ സൈമ. അപ്പൊ ടീച്ചർ സൈമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂല. പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്. പെട്ടെന്നൊന്ന് വരുമോ? ആണോ, വരാം. ശരി. ടീച്ചർ മോള് നേരെ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ? ചുമ്മാ വച്ചോ. ആഹാ, എന്നാ വേട്ടക്കാരിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഉങ്ങൾക്കെല്ലാം പോലീസ്കാരൻ പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? ഓക്കെ ഓക്കെ, ശരി. ബൈ ബൈ ബൈ. അപ്പൊ വീട്ടിലോട്ട് പോക്കോ. ഡാ തക്കിടു, ഇന്ന് സ്കൂളിൽ പോയില്ലേടാ? എനിക്ക് പനി.